ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരു ഇച്ചിരി വൈകിപ്പോയേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് എഴുന്നേക്കണയാണല്ലോ. ഞാൻ വെളുപ്പിന് 4 മണിക്ക് ആകുമ്പോൾ എഴുന്നേക്കണയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും വൈകിപ്പോയേ. എന്നിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ പാത്രമെല്ലാം കഴുകി എല്ലാം വെച്ചു. എഴുന്നേറ്റ് പാത്രമെല്ലാം കഴുകി എല്ലാം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ജിയോ മാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. പഞ്ചസാര, ബിസ്ക്കറ്റൊക്കെ, കൊച്ചിന് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ അത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പോയി നോക്കി കേട്ടോ. പക്ഷെ അത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് കയറി വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കടല, പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവാണേ. അപ്പോൾ ഞാനത് മേടിക്കാൻ പോയില്ല. ഈ മഴയല്ലേ, ഭയങ്കര മഴയാണ് ഇവിടെ. എല്ലായിടത്തും മഴയാണ്, ഇവിടെയും ഭയങ്കര മഴയാണ്, കാറ്റും മഴയും. അപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ മടിയാട്ടോ. പുറത്ത് പോകാൻ പറ്റില്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മടിയും വരും. വീടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങും ഇറങ്ങാൻ തോന്നൂല കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ നൂഡിൽസ് ഇരിപ്പുണ്ട്. മുത്തിന് ഇഷ്ടമാണ്. അപ്പം നൂഡിൽസ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ നൂഡിൽസ് എടുത്ത്, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള നൂഡിൽസ് എടുത്ത് അതിനാവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ സ്പൂണ് തവിയൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ആ ടൈലിൻ്റെ മുകളിൽ മറ്റേ നമ്മുടെ കിച്ചൺ ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുന്ന ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മളത് കഴുകണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ സ്പൂണും തവിയൊക്കെ നമ്മൾ അതിനകത്തേക്കല്ലേ കഴുകിയിട്ട് ഇട്ട് വെക്കുന്നത്. അങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതിലെ വെള്ളം ഊർന്ന് ഈ പാത്രത്തിലേക്ക് ചാടും. അപ്പോൾ ആ വെള്ളം അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലോ. അങ്ങനെ തങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്കും ആ പാത്രത്തിൻ്റെ അടിക്ക് അതിനൊരു കളർ ചേഞ്ച് വരും. ആ വെള്ളവും അങ്ങനെ കുറച്ചൊക്കെ അതിനകത്ത് ഇങ്ങനെ ഊറിക്കിടക്കും. അപ്പോൾ അതിനൊരു കളർ ചേഞ്ച് വരും. അപ്പം നമ്മളത് ഇടയ്ക്കെടുത്ത് ആഴ്ചയിൽ ഒന്നെങ്കിലും അതെടുത്ത് നമ്മൾ സ്പൂണെല്ലാം എടുത്ത് മാറ്റി അത് ഉണക്കാൻ വെച്ചിട്ട് ഈ പാത്രം നന്നായിട്ട് കഴുകി ഉണക്കണം. ഉണക്കിയിട്ട് വേണം നമ്മൾ ഈ സ്പൂണൊക്കെ വീണ്ടും അതിനകത്തേക്ക് എടുത്ത് വെക്കാനായിട്ട്. അപ്പം ഞാനങ്ങനെ ഉണക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്നാൽ അത് കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ അത് കഴിയട്ടേന്ന് ഓർത്ത് അതെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഇനി എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിന്നൊന്ന് പുറത്ത് പോകാനുണ്ട്. ഒരു ചുരിദാർ തയ്ച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങൊക്കെ എടുക്കാൻ പോകണം. അപ്പം ഇതാണെങ്കിൽ പെട്ടെന്ന് ഇത് പണി കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് വരാമല്ലോ. എന്നുവെച്ചാൽ ഈ മഴയൊക്കെ അല്ലേ, ഈ മഴയത്ത് മഴ ഇന്നിപ്പോൾ ഒരു ശകലം തോർച്ചയുണ്ട്. ഈ നേരമൊക്കെ ഇച്ചിരി തോർച്ചയുണ്ട്. ആ തോർച്ചയ്ക്ക് പോയിട്ട് വരാമല്ലോ എന്ന് ഓർത്തോണ്ടാണ്. അപ്പോഴത്തേക്ക് എൻ്റെ നൂഡിൽസ് വെന്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി. ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെന്ത നൂഡിൽസ് നമ്മൾ ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമ്മൾ കൊട്ടി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ട് അരിപ്പ പാത്രം എടുത്ത് അതെല്ലാം കൊട്ടാനുള്ള പരുവത്തിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നൂഡിൽസ് വെന്തോന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാം വെന്തു. ആദ്യം നോക്കിയപ്പോൾ അത്ര വെന്തിട്ടില്ലായിരുന്നു. വെന്തില്ലെങ്കിൽ കൊള്ളില്ലല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ വെന്തപ്പോൾ ഞാൻ അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ആ അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം പൊക്കോളും. ഇല്ലെങ്കിൽ പിന്നെ അതിനും ഇങ്ങനെ ഈ വഴുവഴുപ്പല്ലേ, നൂഡിൽസിൻ്റെ വെള്ളത്തിന് വഴുവഴുപ്പുണ്ട്. അപ്പം നമ്മൾ അതിനകത്തേക്ക് മുട്ടയൊക്കെ ഇടാനുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ വഴുവഴുവെന്നിരിക്കും കേട്ടോ. ഇങ്ങനെ പശ പോലെ ഒട്ടി പിടിച്ചിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടില്ല അത്. അപ്പം അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചു. ആ ചീനച്ചട്ടി തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒരുപാടൊന്നും ഒഴിക്കില്ല കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ചാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ തന്നെ ഞാൻ തീ ഓഫാക്കും കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടിയും മീറ്റ് മസാലയും ഞാൻ ഇടും. ഈ നൂഡിൽസിൻ്റെ കൂടെയുള്ള മസാല എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാനതങ്ങനെ ഇടാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അതിരിപ്പുണ്ട്, അത് ഞാൻ ഇട്ടില്ല. അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ടു. അത് ഒരുപാടൊന്നും ഇടില്ല കേട്ടോ, കുറച്ചേ ഇടുള്ളൂ. കൊച്ചിന് ഒത്തിരി സ്പൈസസ് ഒത്തിരി ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ തീ ഓൺ ആക്കണതിന് മുമ്പ് തന്നെ ഞാൻ അതിലേക്ക് 2 മുട്ട കേട്ടോ പൊട്ടിച്ചൊഴിച്ചത്. ആ മുട്ട നമ്മൾ എപ്പം മുട്ട ഉപയോഗിച്ചാലും മുട്ട നമ്മൾ കഴുകണം. കാരണം അത് പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന സാധനമാണ്. നമ്മൾ അത് വൃത്തിയായിട്ട് കഴിയില്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അതിനകത്ത് അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചാടും. അപ്പോൾ അതുകൊണ്ട് മുട്ട ഞാൻ കഴുകി വെച്ചേക്കുമായിരുന്നു കേട്ടോ. മുട്ട 2 പൊട്ടിച്ചൊഴിച്ചു. ഇപ്പോഴൊന്നും ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇട്ടു. അപ്പോൾ ഈ നൂഡിൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് പെട്ടെന്ന് സാധനം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മുട്ട ഇട്ട് ഇളക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ജിയോ മാർട്ടിലെ ആൾ വന്നു കേട്ടോ. ഞങ്ങൾ സാധനം ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഞാനത് മേടിക്കാനായിട്ട് ആ പയ്യൻ വന്നപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാൻ പോയിട്ടോ. അപ്പോൾ ഞാനത് മേടിക്കുവാണേ. അപ്പോൾ എത്ര രൂപയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഏകദേശം ഒക്കെ അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ എമൗണ്ട് പറഞ്ഞു. അപ്പോൾ കാശൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ധൃതി പിടിച്ച് ഓടി വരുന്നതില്ലേ പാവങ്ങൾ. അപ്പോൾ അവരെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ
പൈസയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ എനിക്ക് കിട്ടി. അപ്പം അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ വന്നു. അപ്പം മുത്തുമോൾക്ക് കൊണ്ടുവന്ന ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മുത്തിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അത് എന്നാന്നൊക്കെ ഒന്ന് കാണണം. അറിയാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്, പുള്ളിക്കാരിയാണല്ലോ ഓർഡർ ചെയ്യണേ. പക്ഷേ എന്നാലും എല്ലാം ഒന്ന് എടുത്തൊക്കെ നോക്കണം, എല്ലാം ഉണ്ടോ എന്നെ ഏതെല്ലാം ഒന്ന് കാണിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സോപ്പ് വേണമായിരുന്നു, സോപ്പ് മേടിച്ചു. പിന്നെ എന്താ, ഇത് പാലിലിട്ട് കുടിക്കുന്ന ഒരു സാധനം കേട്ടോ, എൻ്റെ പേരെന്നാ. അപ്പം ഞാനത് ഇന്നാൾ കൊച്ചിങ്ങനെ മേടിക്കാൻ പോയപ്പോൾ ഓർഡർ ചെയ്യാൻ പോയപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഓർഡർ ചെയ്യാൻ പോയപ്പോൾ ഞാൻ അന്നത് വേണ്ട പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പുള്ളിക്കാരി അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ, എനിക്ക് ആ സാധനം കണ്ടപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നത് അവൾ കഴിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാല് വേണമായിരുന്നു എനിക്ക്, പഞ്ചസാര ഇല്ലായിരുന്നു. അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വന്നിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ഉപയോഗമുള്ളൊരു സംഭവം കേട്ടോ ഇത്. എന്ന് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യം ഇപ്പോൾ പ്രത്യേകിച്ച് മഴയും കൂടി ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം നോക്കി എല്ലാം എടുത്തെല്ലാം വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുട്ടയുടെ തീ വീണ്ടും ഞാൻ ഓണാക്കി. അത് എന്നിട്ട് ചൂടായി വന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനത് മുട്ട നന്നായിട്ട് ചിക്കി എടുക്കും കേട്ടോ. നന്നായിട്ട് നല്ല ഒന്നിങ്ങനെ പൊടി പോലെ ആവണ വരെ അങ്ങനെ അകത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഉണക്കി എടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ആ നൂഡിൽസിനെ ഇട്ടിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അല്ലാതെ വഴുവഴുന്നീ കൊഴുപ്പ് കണക്കി ഇരുന്ന് കഴിഞ്ഞാൽ മോൾക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നൂഡിൽസിൻ്റെ ഇങ്ങനെയും ഗുണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാത്ത ഒരു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇതുണ്ടെങ്കിൽ 2 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡ് പെട്ടെന്ന് എപ്പോഴും കഴിക്കാനൊന്നും കൊള്ളില്ല, എന്നാലും ഇടയ്ക്കൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്നായാലും ഇത് രക്ഷിച്ചത് നൂഡിൽസ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി. അപ്പോൾ ഇനി എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിത് 2 പേരും കഴിക്കണം. ഞങ്ങൾ കഴിക്കാനായിട്ട് പ്ലേറ്റിൽ വിളമ്പി എടുത്ത്, സമയം കുറച്ച് വൈകി കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കഴിക്കണം. ഒത്തിരി വൈകി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കൊള്ളൂലല്ലോ. അപ്പോൾ നമ്മൾ സമയം വൈകി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്നും കൃത്യമായിട്ടൊന്നും ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. തോന്നുന്ന സമയത്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ ഫുഡൊക്കെ ചുമ്മാ തോന്നുന്ന സമയത്തൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഏറെക്കുറെ 100% അല്ലെങ്കിലും ഏറെക്കുറെയൊക്കെ ഞാൻ അത്യാവശ്യം ഒരു ടൈമിലൊക്കെ കഴിക്കാനായിട്ട് ഞാൻ നോക്കും കേട്ടോ. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണേ, ഇല്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങൾ വരും കേട്ടോ. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ ഫുഡിൻ്റെ സമയം കാര്യങ്ങളും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരും കേട്ടോ. അപ്പോൾ എനിക്കും ഈ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് സുഖമില്ലായിരുന്നു, ഓരോരോ പ്രശ്നങ്ങൾ, തലവേദനയായി, അതായി ഇതായി ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കാൻ നോക്കണം എല്ലാവരും കേട്ടോ. ഞാനിപ്പോൾ മാക്സിമം നോക്കും, വൈകും, എന്നാലും നേരത്തെ അപേക്ഷിച്ച് ഒരുപാട് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വരുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവണത്. അപ്പം ഞാൻ വിളമ്പുക കേട്ടോ, ഫുഡ് വിളമ്പുക. മുത്തിന് ഇച്ചിരി മതിയെന്നാണ് മുത്ത് പറയണത്, എന്നാലും മുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനത് ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ 2 പേരും കൂടി പ്ലേറ്റിൽ ഫുഡ് എടുത്തു. അപ്പോൾ ഇനി ചായ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്, ഇനിയിപ്പോൾ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും എടുത്തു. മുത്തിന് ഫോർക്കും ഇട്ട് കൊടുത്തു, ഞാനൊരു സ്പൂണും എടുത്ത് അതിനകത്തിട്ടു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ ഇന്ന്? അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുവാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്ക് പുറത്ത് പോകണം. പുറത്ത് പോയിട്ട് ലൈനിങ്ങൊക്കെ എടുക്കണം, തയ്ച്ചു കൊടുക്കണം. നാളെ എനിക്ക് തയ്ച്ചു കൊടുക്കാനുള്ളതാണേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് അതും ഇതൊക്കെ ചാടി. എനിക്കൊന്നും അടുക്കളയിലൊന്നും അവിടെയൊന്നും ഒരു സാധനം ചാടിക്കിടക്കണമെന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം മോള് പറയുന്നുണ്ട് ഉമ്മി നമുക്ക് കഴിച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ എനിക്കിഷ്ടമല്ല. ഞാനതെല്ലാം ചെയ്തിട്ട് മാത്രമേ ഫുഡ് എടുത്തുകൊണ്ട് പോകുള്ളൂ. അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം കേട്ടോ. ഏറ്റവും നമ്മൾ വൃത്തിയായിട്ടിരിക്കേണ്ട സ്ഥലം അടുക്കള തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.